നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 71/24. ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ളത് പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ സെറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ലീവ് ചെയ്തിരുന്നു. കാരണം ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കുമ്പോൾ കുറച്ച് ഒരു വ്യത്യാസം തോന്നി. അതുകൊണ്ടാണ് അത് ഇന്ന് പറയാം. ആൻ ആർട്ടിക്കിൾ വാസ് സോൾഡ് അറ്റ് 10% ഗെയിൻ. ഹാഡ് ഇറ്റ് ബീൻ സോൾഡ് ഫോർ 250 മോർ, ദ ഗെയിൻ വുഡ് ഹാവ് ബീൻ 20%. ദെൻ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ഈസ്. ഇത് മലയാളത്തിൽ കൊടുത്തിരിക്കുമ്പോൾ ഒരു ലേഖനം 10% ലാഭത്തിൽ വിറ്റു. 250 എണ്ണം കൂടി വിറ്റിരുന്നെങ്കിൽ 20% നേട്ടം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ലേഖനത്തിൻ്റെ വില എത്ര? അപ്പോൾ 250 എണ്ണം എന്ന് പറയുമ്പോൾ ഓരോന്നിൻ്റെ എണ്ണം വെച്ച് അങ്ങനെ എടുക്കുമ്പോൾ അതിലൊരു വ്യത്യാസം, ഉത്തരം കിട്ടുന്നില്ല. പക്ഷേ ഇതിൽ ഹാഡ് ഇറ്റ് ബീൻ സോൾഡ് ഫോർ 250 മോർ എന്ന് പറഞ്ഞാൽ 250 രൂപ അധികം വിറ്റിരുന്നുവെങ്കിൽ എത്രയെന്ന് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വായിച്ച് ഇതിൻ്റെ ആൻസർ ചെയ്യാം. അപ്പം ഓപ്ഷൻസിലുള്ളൊരു ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കോസ്റ്റ് പ്രൈസ്, നമ്മളിതുപോലുള്ള ചോദ്യങ്ങളിൽ എപ്പോഴും നമ്മൾ ഒരു കോസ്റ്റ് പ്രൈസ് 100x ആണെന്ന് വിചാരിക്കുക. 100x എപ്പോഴും റൗണ്ട് ഫിഗർ നമുക്ക് കാൽക്കുലേഷനും പെർസെൻറ്റേജിൽ വരുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ സൗകര്യത്തിനാണ് നമ്മൾ നമ്പേഴ്സ് എടുക്കുന്നത്. അപ്പോൾ 10% ഗെയിനിലാണ് ഇത് വിറ്റത്. അപ്പോൾ 110x ആവും. 10% ഗെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വിറ്റ് കഴിയുമ്പോൾ ഉള്ള വില 110x ആണ്. ഇനി ഹാഡ് ഇറ്റ് ബീൻ സോൾഡ് ഫോർ 250 മോർ, ദ ഗെയിൻ വുഡ് ഹാവ് ബീൻ 20%. 250 റുപ്പീസ് കൂടുതലായിട്ടാണ് വിറ്റിരുന്നതെങ്കിൽ 120x ആയേനായിരുന്നു ഗെയിൻ. അപ്പോൾ ഈ 120x മൈനസ് 110x ഇതാണ് 250 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 110x ആണ് കിട്ടിയത്. അടുത്തത് 250ക്ക് കൂട്ടിയാണ് വിറ്റിരുന്നെങ്കിൽ 20% ഗെയിൻ വന്നേനെ. അപ്പോൾ ആ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് 250. അതായത് 10x ആണ് 250. അപ്പോൾ x എന്ന് പറയുന്നത് 25. ഇവിടെ 0 കട്ട് ചെയ്യുന്നു. x 25 എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മൾ കോസ്റ്റ് പ്രൈസ് 250 100x എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ 100 × 25 2500 ആണ് കോസ്റ്റ് പ്രൈസ്. ഉത്തരം 2500, 2500. ആൻസർ ഓപ്ഷൻ എ. കോസ്റ്റ് പ്രൈസ് കിട്ടി. ഇനി അടുത്ത ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അടുത്ത ചോദ്യം നമ്മളിതിൻ്റെ എൻഡ് വരെയുള്ളത് ചെയ്തു. അതിലൊരു ചോദ്യം ലീവ് ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ PQRSൻ്റെ ചോദ്യം. PQR and S start from the same point to walk around a circular path in the same direction around a garden whose circumference is 1 kilometer. P walks 5 km an hour, Q walks 4 km an hour, R walks 7 km an hour, and S walks 11 km an hour. How long will it take all four to meet again at the starting point? അപ്പോൾ ഇത് PQRS എന്നിവ ഒരേ ബിന്ദുവിൽ നിന്ന് ഒരു വൃത്താകൃതിയിലുള്ള പാതയിൽ അതേ ദിശയിൽ 1 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു പൂന്തോട്ടത്തിന് ചുറ്റും നടക്കാൻ ആരംഭിക്കുന്നു. P മണിക്കൂറിൽ 5 കിലോമീറ്ററും, Q മണിക്കൂറിൽ 4 കിലോമീറ്ററും, R മണിക്കൂറിൽ 7 കിലോമീറ്ററും, S മണിക്കൂറിൽ 11 കിലോമീറ്ററും നടക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 4 പേരും വീണ്ടും കണ്ടുമുട്ടാൻ എത്ര സമയം എടുക്കും? അപ്പോൾ ഇവിടെ ദൂരം, അവർ സഞ്ചരിക്കുന്ന ദൂരം 1 കിലോമീറ്റർ ചുറ്റളവിലാണ് സഞ്ചരിക്കുന്നത്. 1 കിലോമീറ്റർ. ഇനി പിയുടെ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 1 കിലോമീറ്റർ. അപ്പോൾ 1/5.
പിയുടെ സമയം എന്ന് പറയുന്നത് 1/5. അതും കൂടെ എഴുതാം. സമയം എന്ന് പറയുന്നത് ദൂരം ബൈ വേഗതയാണ്. അപ്പോൾ സൈഡിൽ എഴുതിയേക്കാം. സമയം എന്ന് പറയുന്നത് ദൂരം ബൈ വേഗത, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ പിയുടെ വേഗത 5 ആയതുകൊണ്ട് തന്നെ എടുക്കുന്ന സമയം 1/5 അവർ. 1/5 അവർ കൊണ്ട് സഞ്ചരിക്കും. അത് 1/5 അവർ എന്ന് പറഞ്ഞാൽ അത് 12 മിനിറ്റാണ്. 1/5 × 60 12 മിനിറ്റ്. നമുക്കിപ്പം അവറിൽ ഇത്ര കൺവേർഷൻ ആവശ്യമില്ല. ഇനി അതുപോലെ ക്യൂവിൻ്റെ വേഗത മണിക്കൂറിൽ 4 കിലോമീറ്ററാണ്. അപ്പോൾ 1/4 അവർ കൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കും. ഇനി 6 മണിക്കൂറിൽ 7 കിലോമീറ്ററാണ് വേഗത. അപ്പോൾ സമയം എന്ന് പറയുന്നത് 1/, ദൂരം ഒന്നായതുകൊണ്ടാണ് 1/, എടുക്കുന്നത്. 1/7 അവർ കൊണ്ട് 6 സഞ്ചരിച്ച് കഴിയും. ഇനി എസ് ആണെങ്കിൽ മണിക്കൂറിൽ 11 കിലോമീറ്റർ. അപ്പോൾ 1/11 അവർ. അപ്പം ഇതാണ് ഈ ഓരോരുത്തരും എടുക്കുന്ന സമയം 1 കിലോമീറ്റർ ചുറ്റും. ഇനി ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം ലസാഗു അഥവാ LCM കാണണം. ഈ സമയങ്ങളുടെ എല്ലാം 1/5, 1/4, 1/7, 1/11 ഇവയുടെ ലസാഗു അഥവാ LCM കാണണം. എങ്ങനെയാണ് ഇതിൻ്റെ LCM കാണുന്നത്? LCM ഓഫ് ന്യൂമറേറ്റർ ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. അതായത് മുകളിലുള്ള അംശത്തിലുള്ള സംഖ്യകളുടെ ലസാഗു ബൈ ഛേദത്തിലുള്ള സംഖ്യകളുടെ ഉസാഖ. അപ്പോൾ LCM ഓഫ് ന്യൂമറേറ്റർ 1 ആണ്. 5, 4, 7, 11 ഇവയ്ക്ക് കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് 1. അതായത് 1 മണിക്കൂർ. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടും. ഉത്തരം 1 മണിക്കൂർ എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ ഓരോരുത്തരുടെയും സഞ്ചരിക്കുന്ന സമയം കണ്ടെത്തുക, അതിൻ്റെ ലസാഗു അഥവാ LCM കാണുക. അത്രയുമുള്ളൂ. ഉത്തരം 1 മണിക്കൂർ. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. ഇനി ഇതുവരെയുള്ള നമ്മൾ കഴിഞ്ഞു. ഇനി 2 ചോദ്യങ്ങൾ ജനറലായിട്ട് വരുന്നതാണ്. ഈ മെൻ്റൽ എബിലിറ്റി മാത്സിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത്. അത് ഇവിടെ പറയുന്നില്ല. അത് മറ്റൊരു ഷോർട്ട് വീഡിയോ ആയിട്ടോ മറ്റോ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. മാത്സിലെ മാത്രമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം. ഇഫ് റൈഡ് ഈസ് കോഡഡ് ആസ് 36 ആൻഡ് ഡിസ്ക് ഈസ് കോഡഡ് ആസ് 39, വാട്ട് വിൽ ബി ദ കോഡ് ഫോർ റിസ്ക്? അപ്പം കോഡ് തന്നിട്ടുള്ളതാണ്. മലയാളത്തിലും സെയിം തന്നെയാണ്. റൈഡ് എന്നത് 36 ആയും ഡിസ്ക് എന്നത് 39 കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസ്കിൻ്റെ കോഡ്. അപ്പോൾ റൈഡ് ഈക്വൽ ടു 36, ഡിസ്ക് ഈക്വൽ ടു 39. അപ്പോൾ ഇവിടെ ABCDയുടെ നമ്പേഴ്സ്, ഓരോ പൊസിഷനിലെ നമ്പേഴ്സ് നമ്മൾ പല പ്രാവശ്യം ചെയ്തു. അതുകൊണ്ടിത് കാണാതെ അറിയാം. എങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോവും. അതുകൊണ്ട് സമയമുണ്ടെങ്കിൽ ഇത് ആദ്യമേ ഒന്നിങ്ങനെ എഴുതി വെച്ചേക്കുക. നന്നായിട്ട് അറിയാമെങ്കിൽ അന്നേരം എഴുതണം എന്നില്ല. ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് നമ്പേഴ്സ് കാണാണ്ടേ അറിയാമായിരിക്കും ഓരോന്നിൻ്റെ ആൽഫബറ്റ്സിൻ്റെ പൊസിഷൻ 26 വരെയുള്ളത്. റൈഡ് ഈക്വൽ ടു 36. റൈഡിൻ്റെ റൈഡ് 18R, I 9, D 4, E 5. Ride equal to 18 plus 9 plus 4 plus 5 equal to 36. ഇനി ഡെസ്ക്.
നമുക്ക് മറ്റേ നോക്കാം. ഇപ്പോൾ ഡി നമുക്കറിയാം 4 ആണ്, ഇ 5 ആണ്, ആർ 18 ആണെങ്കിൽ എസ് 19, കെ മാത്രം ഡൗട്ട് വരികയാണെങ്കിൽ നോക്കുക 11. മറ്റേ നമ്മളവിടെ എഴുതിയതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് 11, 39. ഇനി അപ്പോൾ ഇതേ രീതിയിൽ തന്നെ റിസ്ക്. അപ്പം എല്ലാ ആൽഫബറ്റ്സും നമുക്ക് ഇപ്പോൾ ഇസഡ് വരെ ആദ്യമേ എഴുതണം എന്ന് തന്നെ ഇല്ല. നമ്മൾ ഇത് ഞാൻ ഇതിൽ നമ്പർ ചെയ്തു എന്നേ ഉള്ളൂ. എക്സാമിന് നമുക്ക് ടൈമിൽ നമുക്ക് വേണ്ട ആൽഫബറ്റ്സ് 6 എസ് വരെയൊക്കെ മാക്സിമം മതി. അപ്പം 6ൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്താൽ മതി. 18 + 9 + 19 + 11 = 57. ആൻസർ 57. ആൻസർ ഓപ്ഷൻ ബി 57. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ റോങ് നമ്പർ ഇൻ ദ സീരീസ്. തെറ്റായി കൊടുത്തിരിക്കുന്ന സംഖ്യ, ഈ സീരീസിലെ തെറ്റായി കൊടുത്തിരിക്കുന്ന സംഖ്യ സീരീസ് 3, 10, 31, 90, 283. Three, 10, 31, 90, 283. അപ്പോൾ ഇവിടെ 3 × 3 + 1 = 10. 10 × 3 + 1 = 31. 31 × 3 + 1 = 94 ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ 90 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 94 ആണെങ്കിൽ 94 × 3 + 1, 94 × 3 282, 282 + 1 283. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഇത് 94 ആണ് വരേണ്ടത്. തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ചോദ്യം. അപ്പം നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 90. കാരണം തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ്, കറക്റ്റ് ചെയ്യാനല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പം ഉത്തരം 90. ഓപ്ഷനും കൂടെ നോക്കുക. തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് 90. ഇനി അടുത്ത ചോദ്യം, at what time between 4 and 5 will the hands of a clock be at right angles? നാലിനും അഞ്ചിനും ഇടയിൽ ഏത് സമയത്താണ് ഒരു ക്ലോക്കിൻ്റെ കൈകൾ ലംബകോണിൽ ഉണ്ടാകുക? അപ്പോൾ അതാണ് മലയാളവും ഇംഗ്ലീഷും കൂടെ ഉള്ളത്. ഏതാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ലംബകോണിൽ ഉണ്ടാകുക, റൈറ്റ് ആംഗിൾസ്, 90 ഡിഗ്രി റൈറ്റ് ആംഗിൾസിൽ വരുന്നത് എപ്പോഴാണ്? അപ്പോൾ 4നും 5നും ഇടയിൽ 2 തവണ വരുന്നുണ്ട്. ഏകദേശം 4-5 സമയവും പിന്നെ 4:38 ആ ഒരു സമയം. നമ്മൾ എത്ര പ്രാവശ്യമാണ് റൈറ്റ് ആംഗിൾസ് വരുന്നതെന്നുള്ള സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ സമയം ഏകദേശ സമയം പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ പക്ഷേ ഓപ്ഷൻസിൽ നിന്നും കൃത്യമായിട്ടുള്ള സമയം വേണം. അതായത് ആ മണിക്കൂർ സൂചിയിൽ നിന്നും ഏതാണ്ട് 15 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ വരുമ്പോഴാണ്. ഇപ്പോൾ ഇവിടെ 4, ഇതും ഏതാണ്ട് ഈ നേരെയുള്ളതിൽ നിന്നും ഇങ്ങനെ ഒരു വ്യത്യാസം, ഇങ്ങനെ വരുന്ന ഒരു സമയവും, അതുപോലെ തന്നെ ഇവിടെ 4 എന്നുള്ളതിൽ നിന്നും 15 മിനിറ്റ് മുന്നിലേക്ക് വന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു സമയം, ഇങ്ങനെ 2 സമയങ്ങൾ ഏകദേശം ഇതുപോലത്തെ ഒരു സമയം, അതിലേതാണെന്നുള്ളതാണ്. 15 മിനിറ്റ് 4-5ൻ്റെ അടുത്തൊരു സമയം, 4:38 ഏതാണ്ട് ആ സമയം. അപ്പം നമുക്കിവിടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളതിൽ 4 കഴിഞ്ഞ് 38 അതിൻ്റെ ഒരു പിന്നെ വരുന്ന ആ സംഖ്യ, അതാണ് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ 15 മിനിറ്റ് ഇടവിട്ട് നിൽക്കുമ്പോഴാണ് അത് റൈറ്റ് ആംഗിൾസിൽ അഥവാ ലംബ കോണിൽ വരുന്നത്. അപ്പോൾ മണിക്കൂർ സൂചി
5 മിനിറ്റ് അത്രയും സഞ്ചരിക്കുമ്പോൾ ആ സമയം കൊണ്ട് മിനിറ്റ് സൂചി 5 മിനിറ്റിൻ്റെ സ്പേസ് എടുക്കുമ്പോൾ 5 എന്ന് പറഞ്ഞാൽ കൊച്ചു വരകളിങ്ങനെ 5 മിനിറ്റിൻ്റെ സ്പേസ് എടുക്കുന്ന ആ സമയം കൊണ്ട് മിനിറ്റ് സൂചി ഏതാണ്ട് 60 മിനിറ്റിൻ്റെ സ്പേസ് എടുക്കും. ഒരു മണിക്കൂർ സൂചി നീങ്ങുന്നത് ഒരു 5 മിനിറ്റ് സ്പേസ്. ആ കുഞ്ഞു വരകൾ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു 5 ഇത്രയായിരിക്കും ഒരു മണിക്കൂർ സൂചി പോകുന്നത്. പക്ഷേ മിനിറ്റ് സൂചി അതുകൊണ്ട് ഇത്രയും കറങ്ങി 60 മിനിറ്റ് സ്പേസുകൾ എടുത്താണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവയുടെ മിനിറ്റ് സ്പേസുകളുടെ ആ ഇടയിലുള്ള വ്യത്യാസം അനുസരിച്ചാണ് കോണാകൃതി വരുന്നത്. അപ്പോൾ 55 മിനിറ്റിൻ്റെ സ്പേസ്, മിനിറ്റിൻ്റെ ഇടം അതെടുക്കാൻ 60 മിനിറ്റ് വേണം. മിനിറ്റ് സൂചിയുടെ കാര്യമാണ്. മിനിറ്റ് സൂചിക്ക് മണിക്കൂറിനേക്കാൾ ഒരു 55 മിനിറ്റ് സ്പേസ്, അത്രയും ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ വരാൻ ഏതാണ്ട് 1 മണിക്കൂർ വേണം. അപ്പോൾ 1 മിനിറ്റ് സ്പേസ് എടുക്കാൻ 1 മിനിറ്റ് സ്പേസ് എടുക്കാനായിട്ട് 60/55. ഇനി ഇവിടെ 4-ൽ നിന്നും ഒരു 15 മുമ്പിലേക്ക് വരുമ്പോഴുള്ള കോണാകൃതിയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻസിലെല്ലാം 4:38 കൊടുത്തിരുന്നത്. അപ്പം 4:20-ൽ നിന്നും 35 കഴിഞ്ഞ് ഏതാണ്ട് 15 മിനിറ്റ് മുമ്പിലേക്ക് പോകുമ്പോഴായിരിക്കും ഒരു കോണാകൃതി വീണ്ടും രൂപപ്പെടുന്നത്, റൈറ്റ് ആംഗിൾസ് രൂപപ്പെടുന്നത്. അപ്പോൾ 35 മിനിറ്റ് 4:35 20-ൽ നിന്നും 35 വരെ 35 മിനിറ്റ് പോകണമെങ്കിൽ എടുക്കുന്ന മിനിറ്റ് സ്പേസ് എന്ന് പറയുന്നത് 60/55 × 35. അപ്പോൾ 5 വെച്ച് 11 12. മുപ്പത്തഞ്ച് × 12 350 420/11. അപ്പോൾ 38 and 2/11. 38 and 2/11. അപ്പോൾ 4 മണി കഴിഞ്ഞ് 4 മണിയും പിന്നെ 38 and 2/11 മിനിറ്റ് ഇത്രയും സഞ്ചരിക്കുമ്പോഴാണ് ഇത് റൈറ്റ് ആംഗിൾസ് അഥവാ ലംബ കോണുകളിൽ വരുന്നത്. ഇത് കൃത്യമായി മനസ്സിലാകാൻ ഒരു ക്ലോക്കിൽ എത്ര തവണയാണിത് ലംബാകൃതിയിൽ വരുന്നത്, റൈറ്റ് ആംഗിൾസിൽ വരുന്നതെന്നുള്ള സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കൊടുത്തിട്ടുണ്ട് ഓരോ മണിക്കൂറിനും ഇടയിൽ 2 പ്രാവശ്യം വെച്ച് ഇത് ലംബാകൃതിയിൽ വരുന്നുണ്ട്. അതിൽ എക്സെപ്ഷൻ ഉള്ള 2 സമയമുണ്ട്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇടയിൽ ഓരോ മണിക്കൂറിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് എത്ര, ഇപ്പം ഏകദേശം 4:35 കഴിഞ്ഞ് 38 സമയം, ഏകദേശം ഒരു സമയം 4:38 എന്ന് ആണ് ആ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഈ ചോദ്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ ഈ മിനിറ്റ് ഇടം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഓരോ മണിക്കൂർ സഞ്ചരിക്കുമ്പോൾ എത്ര മിനിറ്റ് സ്പേസാണ് അവയ്ക്കിടയിൽ വരുന്നത്. അപ്പോൾ 1 മിനിറ്റ് സ്പേസ് പോകാൻ എത്രയാണ് വേണ്ടി വരുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ ക്ലിയർ ആകുമ്പോഴാണ് ഇത് നമുക്ക് സോൾവ് ചെയ്ത് കറക്റ്റ് ഉത്തരം കണ്ടുപിടിക്കാം. മറ്റേത് നമുക്ക് ഏകദേശം 4 hours 38 വരെയുള്ളത് കൃത്യമായിട്ട് കിട്ടുമെങ്കിലും പിന്നെ വരുന്നത് കണ്ടുപിടിക്കാൻ ഈ മിനിറ്റ് സ്പേസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗം ചെയ്ത് നോക്കുക.
അപ്പോൾ ഇവിടെ 35 മിനിറ്റ് എന്ന് എടുക്കാൻ കാരണം 4 പറയുമ്പോൾ മണിക്കൂർ സൂചി 4 കഴിഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നത്. ഇനി ഒരു 15 മിനിറ്റ് മുമ്പിലേക്ക് പോകുമ്പോൾ അപ്പോൾ 4:35 വരെ ആകും. അപ്പോൾ വരുന്ന ആ മിനിറ്റ് സ്പേസ്. അപ്പോൾ ഇത് 15 മിനിറ്റ് മുമ്പിലേക്ക് പോകുമ്പോൾ ആ 4 നിന്നും കൃത്യം ഒരു ശകലം നീങ്ങും മണിക്കൂർ സൂചി ഫ്രണ്ടിലേക്ക്. അതുകൊണ്ടാണ് ഈ മിനിറ്റ് സ്പേസിൻ്റെ ഇതിൽ എടുക്കുന്നത്. അപ്പോഴാണ് കൃത്യമായ റൈറ്റ് ആംഗിൾസ് ഫോം ചെയ്യുന്നത്. ഇത് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ശകലം കുറച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായി തോന്നിയത്. ഓപ്ഷൻ ബി. എല്ലാ ഓപ്ഷനിലും 4:38 എന്നുള്ളത് വരെ ഉണ്ട്. പിന്നെയുള്ള ആ ഭാഗത്തിലാണ് സംശയം നമുക്ക് വരുന്നത്. 2/11 മിനിറ്റ്. അടുത്ത ചോദ്യം, 2025 കലണ്ടർ ഡാഷ് വർഷത്തിനു സമാനം ആയിരിക്കും. 2025 കലണ്ടർ ഇനി അടുത്തത് ഏത് വർഷത്തിൽ വരുമെന്നുള്ളതാണ് ഓപ്ഷൻസിൽ നിന്നും. The calendar for the year 2025 will be the same for the year. ഇനി അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഇപ്പോൾ ഒരു വർഷം അതിവർഷമാണെങ്കിൽ, അതായത് ലീപ്പ് ഇയർ ആണെങ്കിൽ, ആ വർഷത്തെ കലണ്ടർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് 28 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. 28 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അത് ആവർത്തിച്ച് വരുന്നത്. ഇപ്പം നമ്മുടെ 2024 അപ്പോൾ ഇത് ഇനി റിപ്പീറ്റ് ചെയ്ത് വരുന്നത് 28 വർഷങ്ങൾക്ക് ശേഷം ആണ് വരുന്നത്. റിപ്പീറ്റ് ആഫ്റ്റർ 28 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ നമുക്ക് ചോദ്യം ഇത് 2025, അപ്പോൾ അതായത് അതിവർഷത്തിൻ്റെ കൂടെ ഒന്നും കൂടി കൂടുമ്പോൾ അത് 6 വർഷങ്ങൾക്ക് ശേഷം റിപ്പീറ്റ്, അതിവർഷം +1. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് 6 വർഷങ്ങൾക്ക് ശേഷം റിപ്പീറ്റ് ചെയ്യും. ലീപ്പ് ഇയർ പ്ലസ്, എപ്പോഴും ലീപ്പ് ഇയറിൻ്റെ കൂടെ ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് വരുന്ന വർഷത്തെ കലണ്ടർ അതിൻ്റെ 6 വർഷങ്ങൾക്ക് ശേഷം റിപ്പീറ്റ് ചെയ്യും. 2025 എന്ന് പറയുമ്പോൾ അതിവർഷം കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഷമാണ്. 2024 ഒരു ലീപ്പ് ഇയർ ആണ്. ഇത് അടുത്ത വർഷം 2025 ചോദ്യം. അപ്പം 2025 കൂടെ 6 കൂട്ടുക, 2025 കൂടെ 6 കൂടെ കൂട്ടുക, 2031 ഇത് ആവർത്തിക്കും. മനസ്സിലായല്ലോ? ലീപ്പ് ഇയർ ആണെങ്കിൽ 28 വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ആവർത്തിക്കുന്നത്. ലീപ്പ് ഇയറിൻ്റെ തൊട്ടടുത്ത വർഷമാണെങ്കിൽ ഓരോന്നിനും വ്യത്യാസമുണ്ട്. അടുത്തതിൻ്റെ അടുത്തതാകുമ്പോൾ വ്യത്യാസം വരും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം ലീപ്പ് ഇയറിൻ്റെ തൊട്ടടുത്ത വർഷം, അപ്പോൾ അത് 6 വർഷം കഴിയുമ്പോൾ 2031 റിപ്പീറ്റ് ചെയ്യും. ഓപ്ഷൻ എ. ഇനി അടുത്ത ചോദ്യം, 7 members are living in the family. Q is the daughter of P, P is the brother of R, G is the mother-in-law of A, B is married with A, B is the uncle of Q, D is the father of B. What is the relation of B with respect to P? 7 അംഗങ്ങളാണ് കുടുംബത്തിൽ താമസിക്കുന്നത്. പിയുടെ മകളാണ് ക്യു, ആറിൻ്റെ സഹോദരനാണ് ബി, എയുടെ അമ്മായിയമ്മയാണ് ജി, എയുമായി ബി വിവാഹിതനാണ്, ക്യുവിൻ്റെ അമ്മാവനാണ് ബി, ഡി ആണ് ബിയുടെ പിതാവ്, ബിക്ക് പിയുമായുള്ള ബന്ധം എന്താണ്? അപ്പോൾ 7 അംഗങ്ങൾ, ഒരു കുടുംബത്തിലെ 7 അംഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഓരോരുത്തരുടെ റിലേഷൻഷിപ്പ് ഒന്ന്. പിയുടെ മകളാണ് ക്യു, പിയുടെ മകൾ, അപ്പോൾ താഴേക്ക്. അപ്പോൾ ക്യു മകളാണ്, അപ്പോൾ സ്ത്രീയാണ് എന്നുള്ളത് അവിടെ നിന്ന് കിട്ടുന്നു, ഡോട്ടർ. ഇനി ആറിൻ്റെ സഹോദരനാണ് ബി. നമുക്ക് 6 ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. 6ഉം ബിയും സഹോദരങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ 6 ഒരു ഡോട്ടഡ് ലൈൻ വെച്ച് സഹോദരങ്ങൾ എന്നുള്ളത് കാണിക്കാൻ. 6ൻ്റെ സഹോദരനാണ് ബി, അപ്പോൾ ഇത് പുരുഷനാണെന്ന് കിട്ടി. ഇനി
അത് മാർക്ക് ചെയ്യേണ്ട ഇരിക്കട്ടെ. ആറിൻ്റെ സഹോദരനാണ് ബി. എയുടെ അമ്മായിയമ്മയാണ് ജി. അപ്പോൾ എയുടെ അമ്മായിയമ്മ മുകളിലോട്ടായിട്ടിരിക്കട്ടെ. എയുടെ അമ്മായിയമ്മയാണ് ജി. മദർ ഇൻ ലോ, അമ്മായിയമ്മ. അപ്പോൾ ജി ഒരു സ്ത്രീയാണെന്നും അതിൽ നിന്ന് മനസ്സിലാകും. എയുമായി ബി വിവാഹിതനാണ്. അപ്പോൾ എയും ബിയും ഹസ്ബൻഡും വൈഫും തിക്ക് ലൈൻസിലിടാം. ഹസ്ബൻഡും വൈഫും ഇട്ടു. അപ്പം ബി ആണ് ഭർത്താവ്. ബി ആറിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി ഭർത്താവും എ ഭാര്യയുമാണെന്ന് അതിൽ നിന്ന് മനസ്സിലാകും. ഇനി ക്യൂവിൻ്റെ അമ്മാവനാണ് ബി. ക്യൂവിൻ്റെ അമ്മാവനാണ് ബി. അപ്പോൾ ക്യൂ ഇവിടെ നിന്നും ഒരു ബി പുരുഷനാണെന്ന് നമുക്ക് മനസ്സിലായി. ക്യൂവിൻ്റെ അമ്മാവനാണ്, അതായത് ക്യൂവിൻ്റെ അമ്മയുടെ സഹോദരൻ. അപ്പം പിയുടെ മകളാണ് ക്യൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അച്ഛനോ അമ്മയോ ഒന്നും നമുക്ക് പിടികിട്ടിയിട്ടില്ല. പക്ഷേ ക്യൂവിൻ്റെ അമ്മയുടെ സഹോദരനാണ് ബി എന്ന് പിടികിട്ടി. ഇനി ഡി ആണ് ബിയുടെ പിതാവ്. അപ്പോൾ ബിയുടെ പിതാവാണ് ഡി. അപ്പം മാതാവാണ് ജി. അപ്പോൾ ഡിയും ജിയും ഭാര്യയും ഭർത്താവുമാണെന്ന് മനസ്സിലായി. എയും ബിയും ഭാര്യയും ഭർത്താവുമാണെന്ന് മനസ്സിലായി. ഡിയും ജിയും ഭർത്താവും ഭാര്യയും. ഡി ആണ് അച്ഛൻ, ജി അമ്മ. ബിയും എയിൽ ബി ആണ് ഭർത്താവ്, എ ഭാര്യ. ഇത്രയും മനസ്സിലായി. ഇനി ബിക്ക് പിയുമായുള്ള ബന്ധം. അപ്പോൾ ഇവിടെ 1 2 3 4 5 7 പേരായി. 7 പേര് ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിയും ആറും തമ്മിലുള്ളൊരു കണക്ഷനാണ് ഇപ്പം കിട്ടാത്തത്. അപ്പോൾ ക്യൂവിൻ്റെ ഇപ്പോൾ ഡിയും ജിയും അച്ഛനും അമ്മയും, അവരുടെ മകനാണ് ബി. ബിയുടെ ഭാര്യയാണ് എ. ഇനി ബിയുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയാണ് ആർ. അപ്പോൾ ക്യൂവിൻ്റെ അമ്മയുടെ സഹോദരനാണ് ബി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്യൂവിൻ്റെ അമ്മയായിരിക്കണം ആർ. ഇവർ തമ്മിലുള്ളൊരു ബന്ധം വരണമെങ്കിൽ ക്യൂവിൻ്റെ അച്ഛനാണ് പി. പിയും ആറും തമ്മിൽ ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ ക്യൂവിൻ്റെ അമ്മയാണ് ആർ, അമ്മയുടെ സഹോദരനാണ് ബി. പി ക്യൂവിൻ്റെ അച്ഛനുമാണ്. അപ്പോൾ പിയും ബിയും തമ്മിലുള്ള ബന്ധം, ഇത് പിയും ആറുമാണ് ഭാര്യയും ഭർത്താവെന്ന് പറയാൻ കാരണം ഒരു കുടുംബത്തിലെ 7 അംഗങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കണക്ഷൻ കിട്ടാത്തത് പിയും ആറും തമ്മിലുള്ള ബന്ധമായിരുന്നു. അപ്പോൾ പിയും ആറും ഭർത്താവും ഭാര്യയുമാണ്. എങ്കിൽ ക്യൂയുടെ അമ്മയുടെ സഹോദരനായിട്ട് ബി വരികയുള്ളൂ. അപ്പോൾ അളിയൻ അഥവാ ബ്രദർ ഇൻ ലോ. ഓപ്ഷൻ സി അളിയൻ, ബ്രദർ ഇൻ ലോ, അതാണ് റിലേഷൻഷിപ്പ് വരുന്നത്. അടുത്ത ചോദ്യം, രാജുവും രാധയും. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയിട്ടില്ല. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ചിന്തിച്ചാൽ ചിലപ്പം ഒരു ഉത്തരം വരാം. എന്നാലും അത് ചോദ്യം കൃത്യമായിട്ടൊരു എക്സ്പ്ലെയിൻ ചെയ്യത്തക്ക രീതിയിൽ ഇത് കിട്ടിയിട്ടില്ല. ഇത് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യം, 6 പേർ ഒരു നിരയിൽ ഇരിക്കുന്നു. വൈ ആണ് എക്സിനും ആറിനും ഇടയിൽ ഇരിക്കുന്നത്. എക്സ് ആണ് ഇസഡിനടുത്തിരിക്കുന്നത്. അങ്ങേയറ്റം ഇടതുവശത്തിരിക്കുന്ന പിയുടെ അടുത്ത് ഇസഡ് ഇരിക്കുന്നു. ക്യൂ ആറിനടുത്തിരിക്കുന്നു. എക്സിനോട് ചേർന്നിരിക്കുന്നത് ആരൊക്കെയാണ്? അറുപത്തി ഒൻപതാമത്തെ, ഞാൻ 68ൻ്റെ ആണ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഇനി
6 people are sitting in a row. Y is sitting in between X and R. X is sitting next to Z. Z is sitting next to P, who is sitting on the extreme left, and Q is sitting next to R, who is sitting adjacent to X. അപ്പോൾ Y ആണ് എക്സിനും ആറിനും ഇടയിലിരിക്കുന്നത്. Y ആണ് എക്സിനും ആറിനും ഇടയിൽ, ആ പറഞ്ഞ ക്രമത്തിൽ ഇവിടെ നിന്ന് മാർക്ക് ചെയ്തു. എക്സിനും ആറിനും ഇടയിലിരിക്കുന്നത് എക്സ് ആണ് ഇസഡിനടുത്ത് ഇരിക്കുന്നത്. എക്സിൻ്റെ അടുത്ത് ഇസഡ് അടുത്ത് അങ്ങേയറ്റം ഇടതുവശത്തിരിക്കുന്ന പി, അങ്ങേയറ്റം ഇടതുവശത്തിരിക്കുന്ന പി, പിയുടെ അടുത്ത് തന്നെ ഇസഡാണ്. അപ്പം ഇങ്ങനെ ഇതും കറക്റ്റ് കിട്ടി. പിയുടെ അടുത്ത് തന്നെ ഇസഡ് വന്നു. ക്യൂ ആറിനടുത്തിരിക്കുന്നു. അപ്പോൾ എക്സിനോട് ചേർന്നിരിക്കുന്നത് ഇസഡും വൈയും. ആൻസർ ഇസഡും വൈയും. അടുത്ത ചോദ്യം. 4 സുഹൃത്തുക്കൾ പ്ലം കേക്ക് പങ്കിടുകയായിരുന്നു. ഏറ്റവും പ്രായമുള്ള സുഹൃത്തിന് ഒരു തുണ്ട് കേക്ക് അധികമായി ലഭിക്കുമെന്ന് അവർ തീരുമാനിച്ചു. രാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. ജയിനേക്കാൾ 3 മാസം ഇളയതാണ്. രാജിനേക്കാൾ 1 മാസം മൂത്തതാണ് സാം. അധിക കേക്ക് ആർക്കാണ് ലഭിക്കുന്നത്? 4 friends were sharing a plum cake. They decided that the oldest friend will get an extra piece of cake. Ram is 2 months older than Raj, who in turn is 3 months younger than Jay. Sam is 1 month older than Raj. Who should get the extra piece of cake? അപ്പോൾ റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. അപ്പോൾ റാമിനെ മുകളിൽ എഴുതാം, രാജിനെ താഴെ. 2 മാസം മൂത്തതാണ്. ജയിനേക്കാൾ 3 മാസം ഇളയതാണ്. ജയ് അപ്പം അതിൻ്റെ മുകളിൽ വരും. റാം രാജിനേക്കാൾ മൂത്തതാണ്, ജയിനേക്കാൾ ഇളയതാണെന്നുള്ളത്. അപ്പം ജയ് ഏറ്റവും മുകളിൽ വരും. ഇനി രാജിനേക്കാൾ 1 മാസം മൂത്തതാണ് സാം. അപ്പം രാജിൻ്റെ മുകളിൽ സാം. അധിക കേക്ക് ഏറ്റവും പ്രായം കൂടുതലുള്ള, ഏറ്റവും ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ജയ്. കിട്ടുന്നത് ജയ്ക്കാണ്. ആൻസർ ജയ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചോദ്യപേപ്പറിലുള്ളതിൽ. ഇതിൽ നമുക്ക് കിട്ടാത്തതെന്ന് പറയുന്നത് രാജുവും രാധയും ഒരേ സ്ഥലത്ത് നിന്ന് വന്ന ഡയറക്ഷൻ്റെ ചോദ്യം കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് കൺഫ്യൂഷനുള്ളത് ക്ലോക്കിൻ്റെ ഒരു ചോദ്യമാണ്. ആ ടൈപ്പ് മാത്രമായിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോസ് ചെയ്യാം. പിന്നെ മറ്റത് 61, 62 ഈ രണ്ടും ഒരു GKയിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതിൻ്റെ ആൻസേഴ്സ് ഞാനതിൽ പറഞ്ഞിട്ടില്ല തോന്നുന്നു. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ബാക്കി മറ്റുള്ളതിലെല്ലാം പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ആർട്ടിക്കിളിൻ്റെയാണ്. അത് ഇംഗ്ലീഷും മലയാളവും വന്നപ്പോൾ ഒരു ചെറിയ ഇത് തോന്നിയെങ്കിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കറക്റ്റായിട്ട് വരും ആൻസർ. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്